ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം എൻ്റെ കാലിന് കുറച്ച് വേദനയായ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി തുടർന്നും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണേ. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അടുക്കളയിലെ പണി എങ്ങനെ പെട്ടെന്ന് തീർക്കാം എന്നതാണ് ഇന്ന്. അപ്പം ഞാൻ ഇന്ന് ചട്ടിയിലാണ് കേട്ടോ പയറുപ്പേരി വയ്ക്കുന്നത്. ഞാനിതാ പയർ അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും പയർ ഇതാ നമുക്ക് വീട്ടിലുണ്ടായതാണ് കേട്ടോ. നല്ല ഫ്രഷ് പയറാണ്. അപ്പം ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പം നമുക്കിന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പിന്നെ പയർ കഴുകിയിട്ട് നമുക്കതിലേക്ക് അങ്ങ് വാരിട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ പയറുപ്പേരി ഉണ്ടാക്കാറ്. വെള്ളം ഒഴിക്കാറില്ല. നമുക്ക് ഈ ഒരു കഴുകിയിട്ട വെള്ളം തന്നെ അതിലുണ്ടാവും. പിന്നെ നമ്മളൊരു 2 പഴുത്ത മുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പയറുപ്പേരി. ഞാനിതൊരു തട്ട് വെച്ച് അടച്ച് വെക്കുന്നുണ്ട്. എന്ന് കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊന്ന് വീണ്ടും അത് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് അത് വെള്ളം ഒഴിക്കാത്തത് കാരണം അതിൽ ആവിയിൽ കിടന്ന് വേവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറായിട്ടുണ്ട്, കറിയായിട്ടുണ്ട്. അപ്പം ഞാനിതാ ബക്കറ്റിൽ ഇങ്ങനെ ചകിരിപ്പൊളി കൊണ്ടുവയ്ക്കാറ്. കാരണം അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഇങ്ങനെ പൊടിയാവും. അപ്പോൾ ചകിരി പെറുക്കിയാണ്ട് ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാനും സുഖമാണ്. അടുപ്പിൽ എടുത്ത് വെക്കാൻ. അപ്പം ഒക്കെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ചട്ടിയിൽ ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കി ഈ ഒരു ചട്ടി തന്നെയാണ് നമ്മൾ കറി വെക്കാൻ തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഉപ്പേരി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നാൽ നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ കറി വെക്കാം കേട്ടോ. മീൻ കറി ആയാലും കുഴപ്പമില്ല, പച്ചക്കറി ആയാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉപ്പേരി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രം തന്നെ കരി പിടിക്കുള്ള. നമ്മുടെ ഉപ്പേരിയൊക്കെ നമ്മൾ ഇതിലേക്ക് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കറി വെക്കാൻ പോവുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി കഴുകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളെ പണി എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഒരു പാത്രം തന്നെ യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിന്ന് നമ്മൾ ചീരയാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, ഞാനിവിടെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതുപോലെ ഒരല്പം മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഞാനിവിടെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. കടയിൽ നിന്നും ഞാനിവിടെ 3 ചെറിയ തക്കാളി എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിയാണ്. അപ്പം നമ്മളത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. നമ്മളിതാ ചീര ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കുറ്റിച്ചീരയാണല്ലോ, അതാണ് ഈ ഒരു ചീര കേട്ടോ. ഞാനത് നന്നാക്കി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളി ആദ്യം അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ. അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആദ്യം ചിരവേൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചിരകിയെടുത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പം നമ്മുടെ ചീര ഒന്ന് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. നമ്മളത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് അങ്ങനെ മുഴുവൻ ചീര ഇലയും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കയ്യിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ആ ഒരു സമയം നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിതാ മിക്സിയിൽ ആ ഒരു തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരല്പം നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന്, അപ്പം നമ്മുടെ ചീരയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരച്ചെടുത്ത് നമ്മൾ പുതിയ മിക്സിയാണ് കേട്ടോ, വാങ്ങിച്ച മിക്സിയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇലയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തേങ്ങ അരപ്പതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളക്കേ വേണ്ടു. നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി. കൂട്ടുകാരെ, നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളയ്ക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് തളതുള്ളി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് അരപ്പ് ഉണ്ടായ കാരണം ഞാനത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, നമ്മൾ ഈ ഒരു അടുപ്പത്ത് തന്നെ നമ്മൾ ചോറിന് വെള്ളം വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പരിപാടി അതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് തിളച്ചതിന് ശേഷം മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോറ് വെക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചൊരു പാത്രമുണ്ട്, അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ബാക്കി വെള്ളം വേറൊരു പാത്രത്തിലാക്കിയിട്ട് ആ ചെമ്പിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ വെള്ളം ചൂടാവുന്നതോട് കൂടിയിട്ട് നമ്മുടെ മുകളിൽ വെച്ച വെള്ളവും പെട്ടെന്ന് ചൂടായി കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് വെള്ളം ചൂടായ വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാനും എടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ, സീ യു.